ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അറിവിലൂടെ ആരോഗ്യം, ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ ധാരാളമായി കാണപ്പെടുന്നതും എന്നാൽ തീർത്തും അവഗണിക്കപ്പെടുന്നതുമായ ഒരു അത്ഭുത സസ്യത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, തൊട്ടാവാടി എന്ന അത്ഭുത സസ്യമാണ്. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി. മിമോസ പുഡിക്ക എന്നാണ് തൊട്ടാവാടിയുടെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ ഇതിനെ ലജ്ജാലു എന്നാണ് വിളിക്കുന്നത്. ഫെബേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ഈ സസ്യത്തിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ ടച്ച് മീ നോട്ട് എന്ന് വിളിക്കുന്നു. തൊട്ടാവാടിക്ക് ഈ പേര് വരാൻ കാരണം തൊട്ടാൽ പെട്ടെന്ന് തന്നെ ഇവ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. ഇതിന് കാരണം എന്താണെന്നറിയണ്ടേ? ഇല തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മുഴച്ചിരിക്കുന്നത് കാണാം. ഈ ഭാഗത്ത് കനം കുറഞ്ഞ കോശഭിത്തിയുള്ള ധാരാളം കോശങ്ങളുണ്ട്. അവ വെള്ളം സ്വീകരിച്ച് വീർത്തിരിക്കുന്നു. വെള്ളം വെളിയിൽ പോയാൽ അവ ചുരുങ്ങുന്നു. തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശനത്തിന് നേരെ പ്രതികരിക്കുന്നവയാണ്. സ്പർശിക്കുമ്പോൾ ഭിത്തിക്ക് കനം കുറഞ്ഞ കോശങ്ങളിലെ ജലം തണ്ടിലേക്ക് കയറും. അതിൻ്റെ ഫലമായി കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്നു. ഈ ചുരുളൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർത്തിയാകും. പിന്നീട് അരമണിക്കൂറിൽ കഴിഞ്ഞേ ഇലകൾ വിടർന്ന് പൂർണ്ണാവസ്ഥയിലാകും. ചെടി 1 മീറ്ററോളം നീളത്തിൽ പടർന്നു കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ഇവ ചതുപ്പ്, മൈതാനം, റോഡുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ രസം കഷായവും തിക്തവുമാണ്. ഗുണം ലഘുവും രൂക്ഷവുമാണ്. വീര്യം ശീതവും വിപാകം കടുവുമാണ്. ഇവ ആയുർവേദത്തിൽ സമൂലം ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇവയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് അറിയണ്ടേ? എണ്ണമറ്റ ഉപയോഗങ്ങൾ ഈ ഔഷധ സസ്യത്തിനുണ്ട്. മുറിവ്, പ്രമേഹം, രക്തസ്രാവം, ശ്വാസവൈഷമ്യം എന്നിവയ്ക്കും കഫം ഇല്ലാതാക്കുന്നതിനും രക്തശുദ്ധീകരണത്തിനും ഇതുപയോഗിക്കുന്നു. ഇതിൻ്റെ വേരിൽ 10% ടാനിൻ അടങ്ങിയിരിക്കുന്നു. ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന മിക്ക അലർജികൾക്കും തൊട്ടാവാടി ഒരൗഷധമാണ്. ഇവയുടെ പ്രതികരണത്തിൻ്റെ വേഗതയിൽ നിന്നാണ് ഔഷധമൂല്യം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ പൂച്ചെടികളിൽ ഓർക്കിഡും ആന്തൂറിയവും വളർത്താൻ പണം വാരിയെറിയുന്ന മലയാളികൾ തൊട്ടാവാടിയുടെ മഹത്വം എന്താണെന്ന് മറന്നുപോയി. ഒരു പൂച്ചട്ടിയിൽ ഒരു തൊട്ടാവാടി വളർത്തു. വീട്ടിൽ ഒരു മനോഹര പുഷ്പമായി, കുട്ടികൾക്ക് അത്ഭുതം നൽകുന്ന അപൂർവ സസ്യമായി, കുടുംബത്തിന് ഒരു ഉത്തമ ഔഷധമായി അത് വളർന്നുകൊള്ളും. മുള്ളിൻ്റെ ശല്യം ഒഴിവാക്കുവാനും പൂക്കൾ കൂടുതൽ ഭംഗിയായി കാണപ്പെടുന്നതിനും പൂച്ചട്ടികളിൽ കെട്ടിത്തൂക്കുന്നതാണ് ഉത്തമം. ചുരുക്കത്തിൽ പല രോഗങ്ങൾക്കും പരിഹാരം തരുന്ന ഈ ഒറ്റമൂലി കൗതുകവും ഭംഗിയും കൂടി തരുന്നതുകൊണ്ട് വീട്ടുമുറ്റത്തിന് പ്രിയങ്കരമാകും എന്നതിൽ സംശയമില്ല. ഇന്ന് നാം ഏറെ അവഗണിക്കുന്ന ഈ അത്ഭുത സസ്യത്തിൻ്റെ കുറേയേറെ വിശേഷങ്ങൾ പങ്കുവച്ചു. വീണ്ടും മറ്റൊരു പുതുമയുള്ള വിഷയവുമായി എത്തും വരെ നന്ദി, നമസ്കാരം.